ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അഖില ആ പാത്രം കഴുകിക്കൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം അവൾ കടന്നു വരികയാണ്. എന്നിട്ട് അഖിലയോട് ചോദിക്കുകയാണ്, ഡി നിനക്ക് അടുക്കളയിൽ കയറാനുള്ള പെർമിഷനൊക്കെ കിട്ടിയോ? അപ്പോൾ അഖില, ഇല്ല, അതിക്രമിച്ച് കയറിയതാ. അപ്പോൾ ഗൗതം, എന്നാ ഇന്ന് അമ്മയുടെ വായിലിരിക്കണതും കയ്യിലിരിക്കണതും എല്ലാം കിട്ടും. അപ്പോൾ അഖില, അമ്മയങ്ങ് വരട്ടെ. അപ്പോൾ ഗൗതം, നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയില്ല, അറിയണമെങ്കിലേ നീ നിന്റെ ചേച്ചിയോട് ചോദിച്ചാൽ മതി. അപ്പോൾ അഖില പറയാണ്, എൻ്റെ സ്വഭാവം നിനക്കും നിൻ്റെ അമ്മയ്ക്കും അറിയില്ല, അറിയണമെങ്കിലേ എൻ്റെ ചേച്ചിയോട് ചോദിച്ചാൽ മതി. ഇത് കേട്ട ഗൗതം, ഇതിനുള്ള മറുപടി ഞാൻ രാത്രി തരാം, ഇപ്പം ടൈമില്ല. അതിനുശേഷം അഖില ചോദിക്കുകയാണ്, ഏത് ബാറിലേക്കാണാവോ? അപ്പോൾ ഗൗതം, രാജേന്ദ്രൻ പുതിയ ബാർ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടേക്ക്. ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞ നീ എന്ത് ചെയ്യടി? ഓഹോ എന്ന് പറഞ്ഞ് അടുക്കളയിലിരുന്ന കലത്തിൽ ഒറ്റ ഇടി ഇടിക്കുകയാണ്. അഖിലയുടെ ഇടിയേറ്റ് കലം ചെളങ്ങിയിരിക്കുന്നത് കണ്ട് ഗൗതം പേടിക്കുകയാണ്. എന്നിട്ട് അഖില പറയാണ്, ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മുഖം ഇതുപോലെ ഇരിക്കും. ഇവരുടെ വഴക്കും ബഹളവും ഒക്കെ കേട്ടിട്ട് പ്രഭാവതി അതുവഴി വരികയാണ്. ദേഷ്യത്തോടെ പ്രഭാവതി അഖിലയോട് ചോദിക്കുകയാണ്, ആരോട് ചോദിച്ചിട്ടാടി അടുക്കളയിൽ കയറിയത്? അപ്പോൾ ഗൗതം പതിയെ ചെവിയിൽ പറയുകയാണ്, അമ്മേ അവളോട് ഉടക്കാൻ നിൽക്കണ്ട, ആ കലം കണ്ടോ അതുപോലെയാകും. ഇത് കേട്ട പ്രഭാവതി ഗൗതമിനെ ആട്ടി പുറത്താക്കുകയാണ്. അപ്പോൾ ഗൗതം അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയുടെ പുറത്തു പോകുന്നു. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, ഡേ നിനക്ക് ഇവളെ പേടിയുണ്ടെങ്കിലേ നീ പേടിച്ചു നിന്നു, എന്നെ അതിന് കിട്ടത്തില്ല. അതിനുശേഷം പ്രഭാവതി അഖിലയോട് ചോദിക്കുകയാണ്, ആരോട് ചോദിച്ചിട്ടാടി നീ അടുക്കളയിൽ കയറിയത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് കയറരുതെന്ന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ആ അടുക്കളയുടെ പുറത്ത് നിന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുത്തരും. അപ്പോൾ അഖില പറയാണ്, അതേ തമ്പുരാട്ടി അടിയനൊന്നല്ല കയ്യാലക്കപ്പുറത്ത് നിൽക്കാൻ, അമ്മായിമ്മയും മരുമോളാ, നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കൂടിയാ ഈ അടുക്കള. അത് കേട്ട പ്രഭാവതി, ഡി തർക്കുത്തരം പറഞ്ഞാൽ തിളച്ച വെള്ളം എടുത്തിൻ്റെ മുഖത്തേക്ക് ഒഴിക്കും. അപ്പോൾ അഖില പറയാണ്, തിളച്ച വെള്ളം എനിക്കും എടുക്കാനറിയാം, മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ തല വഴി ഞാൻ ഒഴിക്കും. ഡി നീ അത്രക്കായോ? മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ നിന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത്? അപ്പോൾ അഖില പറയാണ്, ഇളം പ്രായക്കാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് മുതിർന്നവരും പഠിക്കണം, ഇല്ലെങ്കിലേ തിരിച്ചു കിട്ടും. അപ്പോൾ പ്രഭാവതി പറയാണ്, ഡി കൂടുതൽ സംസാരിക്കല്ലേ, അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് നല്ലത്, പോയില്ലെങ്കിൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി അടിക്കും. അപ്പോൾ അഖില മുട്ടുകാല് കാണിച്ചു കൊടുത്തിട്ട് തല്ലി ഓടിക്കാൻ പറയുകയാണ്. ഇത് കേട്ട പ്രഭാവതി ദേഷ്യത്തോടെ ഒരു മുട്ടം കോലെടുത്തിട്ട് വരികയാണ്. പിന്നെ നടന്നത് അവിടെ അഖിലയുടെ വക ഒരു കുംഫു പ്രകടനമാണ്. അഖില ആ മുട്ടം വടി പിടിച്ചു വാങ്ങിയിട്ട് പലതരം അഭ്യാസങ്ങൾ കാണിച്ചിട്ട് ആ വടിയെടുത്ത് 2 കഷ്ണമൊക്കെയാണ്. ഇതെല്ലാം കണ്ടിട്ട് പ്രഭാവതി പേടിച്ചരണ്ട് ചുമരിൽ ചാരി നിൽക്കുകയാണ്. ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കിയ പ്രഭാവതി അഖിലയോട് ചോദിക്കണം, നീ ആരടി? ഉണ്ണി ആർച്ചയോ? അല്ല, സാമിയൻ ഷൂ, ചൈനീസാ. എന്നെ ഉപദ്രവിക്കുന്ന മുട്ടുകാല് കണ്ടോ? ഇതുപോലെ ഈ പട്ടിക കഷ്ണം പോലെ ആകും, പറഞ്ഞേക്കാം. ഇതുകൊണ്ട് പേടിച്ചരണ്ട മുഖവുമായി നിൽക്കുകയാണ് പ്രഭാവതി. ഇവളുടെ അടുത്തൊന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ പ്രഭാവതി പേടിച്ച് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അത് കണ്ട് ചിരിക്കുകയാണ് അഖില. അടുത്ത രംഗത്ത് നമ്മുടെ മീനു ക്ലാസ് എടുത്തു കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വരാന്തയിലേക്ക് ഇറങ്ങി വരികയാണ്. അർജുനെയാണ് അവൾ തിരയുന്നത്. അർജുൻ എവിടെ പോയി, വന്നില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട് അവൾ എല്ലായിടത്തും തിരയുകയാണ്. അപ്പോൾ ദാ നിൽക്കുന്നു അർജുൻ ബൈക്കുമായിട്ട് ഫ്രണ്ടിൽ തന്നെ. അർജുനോട് മീനു ചോദിക്കുകയാണ്, നേരത്തെ വന്നോ? അപ്പോൾ അർജുൻ, കുറച്ച് നേരമായി വന്നിട്ട്. അതെന്തിനാ നേരത്തെ വന്നത്? സ്കൂൾ വിടുന്ന ടൈമിൽ വന്നാൽ പോരെ? അപ്പോൾ അർജുൻ മിണ്ടാതെ മനസ്സിലിങ്ങനെ പറയുകയാണ്, നിന്നെ മിസ് ചെയ്യുന്നു മീനു, കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതാ നേരത്തെ വന്നത്. അപ്പോൾ മീനു, ഹലോ നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? നിന്നോടാ ചോദിച്ചേ എന്തിനാ നേരത്തെ വന്നേന്ന്. അപ്പോൾ അർജുൻ പറയാണ്, വീട്ടിലിരുന്ന് ബോറടിച്ചു, അതുകൊണ്ടാണ് നേരത്തെ വന്നത്. അപ്പോൾ മീനു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെ മിസ് ചെയ്യുന്നു, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് വന്നതെന്ന് പറയുന്ന ഞാൻ കരുതിയത്. അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടെന്ന്? അഡ്മിഷൻ വാങ്ങിക്കാൻ വന്നതാണെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ പറയാണ്, തമാശ പറയാതെ നീ മറ്റെന്തോ ആണ് ആലോചിച്ചത്.
മനസ്സിലുള്ളത് തുറന്നു പറയാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ അർജുനോട് മീനു ചോദിക്കും, നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അപ്പോൾ അർജുൻ പറയാണ്, ഞാനൊക്കെ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും സുന്ദരിയായ ടീച്ചർമാരുണ്ടായിരുന്നില്ല, എല്ലാവരും കുറച്ച് പ്രായമുള്ളവരായിരുന്നു. ഇത് കേട്ട് മീനു ചിരിക്കുകയാണ്. സുന്ദരിയായ ടീച്ചറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിൻ്റെ ക്ലാസ്സിലിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാരെങ്കിലും കേട്ടാലേ അർജുന് വട്ടാണെന്ന് പറയും എന്ന് മീനു പറയുകയാണ്. അങ്ങനെ അർജുനോട് മീനു ഓരോന്ന് ചോദിക്കുകയാണ്. അർജുനും മീനുവിനോട് ചോദിക്കുകയാണ് ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അതിനുശേഷം അവർ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മഹേന്ദ്രൻ പത്രം വായിച്ചുകൊണ്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കാഞ്ചന പണിയെടുത്ത് നടുവൊടിഞ്ഞ് കയറി വരുന്നത്. മഹേന്ദ്രനെ കണ്ട് കാഞ്ചന ഒന്ന് പതറുകയാണ്. അയ്യോ, അച്ഛനിവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഈ കോലത്തിൽ കണ്ട എന്നെ തീർച്ചയായിട്ടും കളിയാക്കും. അവിടെ തൂപ്പ് ജോലിയാണെന്ന് അച്ഛന് മനസ്സിലാകും. ഇതും പറഞ്ഞ് കാഞ്ചന ബാഗിലിരുന്ന് മേക്കപ്പൊക്കെ എടുത്ത് ലിപ്സ്റ്റിക്ക് കണ്ണാടിയൊക്കെ നോക്കി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിയൊക്കെ ഒന്ന് ഓക്കെ ആക്കുകയാണ്. നടുവേദനിച്ചിട്ട് തീരെ നടക്കാൻ വയ്യെങ്കിലും കാഞ്ചന അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്നും അറിയിക്കാതെ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. കാഞ്ചനയെ കണ്ട അച്ഛൻ ചോദിക്കുകയാണ്, ആ വന്നോ, എങ്ങനെയുണ്ടായിരുന്ന ജോലി? അപ്പോൾ കാഞ്ചന പറയാണ്, അത് പിന്നെ പറയണോ, പരമസുഖമല്ലേ? അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ ജോലിക്ക് പോയില്ലേ? മേക്കപ്പൊക്കെ അങ്ങനെ തന്നെ നിൻ്റെ മുഖത്തുണ്ടല്ലോ. അപ്പോൾ കാഞ്ചന പറയാണ്, എനിക്കവിടെ തൂപ്പുകാരിയുടെ ജോലിയൊന്നുമല്ല മേക്കപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഞാനേ അസിസ്റ്റൻറ്റ് മാനേജർ മേക്കപ്പൊക്കെ പോയി ആവശ്യമായി. വൈകാതെ മരുമോളിപ്പോൾ തന്നെ വരും. എനിക്കവിടെ പോലെ കുട്ടികളോട് ഒച്ചയിടണ്ട, അവരുടെ മൂക്ക് തുടയ്ക്കേണ്ട, ഓഫീസിലിരുന്നാൽ മതി. പൂവ് പോലെ പോയി പൂവ് പോലെ വരാം. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും കാഞ്ചന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത പണികളൊക്കെ ഓർത്ത് ഉള്ളാലെ വിഷമിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് സുഖമുള്ള ജോലിയാണെങ്കിൽ നിൻ്റെ മുഖത്ത് ഒരു ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ കാഞ്ചന പറയാണ്, എൻ്റെ ക്യാബിനകത്ത് AC ഉണ്ട്, അവളുടെ ക്യാബിൻ AC ആണോ? എനിക്ക് കറങ്ങുന്ന കസേരയുണ്ട്, അവക്കോ മരക്കസേര. പിന്നെ മുഖത്തുള്ള ക്ഷീണം ബ്രെയിൻ കൊണ്ടുള്ള കളിയല്ലേ, ചെറിയ ക്ഷീണമല്ലാതെ ഇരിക്കുമോ? ഇതൊക്കെ കേട്ട് അച്ഛൻ ഇങ്ങനെ പയ്യെ തലയാട്ടുകയാണ്. തൊഴിലാളികളൊക്കെ എൻ്റെ മുന്നിൽ ഓച്ചടിച്ച് നിൽക്കും. എന്തൊരു ബഹുമാനാണെന്നോ എല്ലാവർക്കും എന്നോട്. ഇതെല്ലാം കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് അച്ഛൻ. ഇന്ന് തന്നെ ഏകദേശം 10ഓളം ഫയലുകളിലാണ് സൈൻ ചെയ്തത്. എൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വീണു. അവരെന്നോട് പറയാ, വേറെ ഓഫർ വന്നാൽ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, സാലറി കൂട്ടിത്തരാമെന്ന്. അപ്പം അച്ഛൻ ചോദിക്കണം, അങ്ങനെ പറഞ്ഞവർ? എനിക്ക് നിന്നെ ഓർത്തിട്ട് അഭിമാനം തോന്നുക. നാളെ നിൻ്റെ കമ്പനി കാണാൻ നിൻ്റെ ഒപ്പം ഞാനും വരുന്നുണ്ട്. അപ്പോൾ രജ വരുന്നുണ്ട്, അവിടെ അന്യർക്ക് പ്രവേശനമൊന്നുമില്ല. ഞാൻ പോട്ടെ, എനിക്ക് ഓൺലൈനിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. പോണ വഴിക്ക് രജനി അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നടുപിടിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ ചോദിക്കണ്ട്, നിനക്ക് നടുവേദനയുണ്ടോ? അപ്പം അമ്മ വിളിക്കാനും പാടില്ലേ, അതല്ല കഷ്ടമായല്ലോ. അങ്ങനെ പറഞ്ഞ് ഞൊണ്ടി അകത്തേക്ക് പോകും. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മീനു ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ്സിൻ്റെ നടുക്കായിട്ട് അർജുൻ ഇരിക്കുന്നുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടക്ക് അർജുൻ നമ്മുടെ മീനിനെ തന്നെ തുറിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടക്ക് മീനു വന്നിട്ട് അർജുനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പക്ഷേ അർജുൻ അതിന് ഉത്തരം അറിയില്ലെന്ന് പറയുന്നു. അപ്പോൾ മീനു പറയാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ സ്വപ്നം കണ്ടുകൊണ്ട് ഇന്ന് എങ്ങനെ ഇരിക്കും, നിൻ്റെ ചെവി പിഴുതെടുക്കണമെന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് തിരിക്കുകയാണ്. അർജുൻ അയ്യോ ടീച്ചർ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുന്നുണ്ട്. ഇതെല്ലാം അർജുൻ കാണുന്ന ഒരു സ്വപ്നമായിരുന്നു. അർജുൻ കിടക്കയിൽ കിടന്ന് അയ്യോ ടീച്ചറെ വേദനിക്കുന്നു, എൻ്റെ ചെവിന്ന് വിട്, അയ്യോ എന്നെ വിടുന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. ഇത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ് നമ്മുടെ മീനു അർജുനെ തട്ടി വയ്ക്കണം. അർജുൻ എന്താ പറ്റിയത്? അപ്പോൾ അർജുൻ ചിരിക്കുകയാണ് മീനുവിനെ നോക്കി. നീ എന്തിനാ കരഞ്ഞേ? അപ്പോൾ അർജുൻ പറയും, നീ എൻ്റെ ചെവിയെ പിടിച്ചാൽ പിന്നെ കരയില്ലേ, താനെന്താ സ്വപ്നം കണ്ടോ? അപ്പോൾ അതെ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ നിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സ്വപ്നം കണ്ടു, നീ എൻ്റെ ചെവിയിൽ പിടിച്ചു, അതാ ഞാൻ കരഞ്ഞതെന്ന് പറയാണ്. ഇത് കേട്ട് രണ്ടുപേരും ഇരുന്ന് ചിരിക്കുകയാണ്. നീ ഇതെല്ലാം ഓർത്ത് കിടന്നിട്ടാണ് സ്വപ്നം കാണുന്നത്, എന്തായാലും നിൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ രണ്ടുപേരും ഉറങ്ങാൻ പോവുകയാണ്. നമ്മുടെ പ്രഭാവതി ഇതിനിടക്ക് കാഞ്ചനക്ക് ചൂട് പിടിച്ചു കൊടുക്കുകയാണ്. അവള് പുറത്തെല്ലാം നല്ല വേദനയാണെന്നും ചൂട് പിടിച്ച് താമെന്നൊക്കെ പറയുന്നുണ്ട്. ജോലി ചെയ്യുന്നത് ഇത്ര കഷ്ടപ്പെടാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോഴാണ് അതുവഴി വരുന്ന അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നത്. അപ്പോൾ പ്രഭാതി പറയുന്നുണ്ട്, ഒന്ന് പതുക്കെ പറ, നിന്റെ അച്ഛനും നിന്റെ മറ്റുള്ളവരൊന്നും കേൾക്കണ്ട. അപ്പോൾ കാഞ്ചന പറയുന്നത്, മീനുവിൻ്റെ ഉള്ളവരോടുള്ള വാശിക്ക് പോയതാ, പോകണ്ടാന്ന് ഒരു വാക്ക് പറയാറുന്നില്ല അമ്മേ. അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ജോലിയൊക്കെ ഞാൻ വിചാരിച്ച് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി എന്ന് വിചാരിച്ചാൽ പോയത്. അവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായത് നമ്മൾ യന്ത്രങ്ങളെക്കാൾ പണിയെടുക്കണമെന്ന്. അത് മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം, കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം. ഒരു മിനിറ്റ് വിശ്രമമില്ല. ഒന്നിരുന്ന സൂപ്പർവൈസർ വടിയെടുക്കും. മാനേജ്മെന്റിനും കണക്കാണ്, സൂപ്പർവൈസറും കണക്കാ കീടങ്ങൾ. അപ്പോൾ പ്രഭാതി പറയണ്ടേ, ഇവിടെ ഞാൻ മുറ്റം അടിക്കാൻ പറഞ്ഞാൽ പോലും നീ കേൾക്കില്ലല്ലോ, അതിനൊക്കെ ദൈവം തന്ന ശിക്ഷ അത്. കാഞ്ചന പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല അമ്മേ, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ പ്രഭാവതി, നീ പോയില്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ നീ തോറ്റെന്നാകും. നിന്റെ അച്ഛന് കാര്യം മനസ്സിലാവും, എല്ലാവരും കൂടി നിന്നെ പരിഹസിച്ച് കൊല്ലും. നോക്കുമോളെ, നീ മാനം കളയല്ലേ, നീ ജോലിക്ക് പോയേ പറ്റൂ. അപ്പോൾ കാഞ്ചന പറയാണ്, ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ എന്നെ പോവണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തണം. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല, ജോലി രാജിവെക്കാമെന്ന് പറയാം. എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ? അപ്പോൾ പ്രഭാവതി പറയാണ്, ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ അത് നടക്കില്ല. നീ ജോലിക്ക് പോയില്ലെങ്കിലേ നീ മാത്രമല്ല, മീനുവിൻ്റെ മുമ്പിൽ ഞാനും ചെറുതാവും. അതുകൊണ്ട് നീ ജോലിക്ക് പോയേ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് കാഞ്ചന എനിക്ക് വയ്യമ്മയെന്ന് പറഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാത് പറയുന്നുണ്ട്, ഒന്ന് നിലവിളിക്കാതെ ആരെങ്കിലും കേൾക്കും. ഇതെല്ലാം കേട്ട് അപ്പുറത്തിരുന്ന് അച്ഛൻ ചിരിക്കുകയാണ്. പ്രഭാത് പറയണ്ടേ, മീനു എത്ര നാൾ ജോലിക്ക് പോകുന്നു അത്ര നാൾ നീയും ജോലിക്ക് പോകണം, അല്ല പിന്നെ. ഇതെല്ലാം കേട്ട് നിന്ന് മഹേന്ദ്രൻ മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാഞ്ചന നാട് വിടാൻ സാധ്യതയുണ്ട്. പിറ്റേ ദിവസം രാവിലെ കാഞ്ചനയും പ്രഭാവതിയും അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാഞ്ചനയുടെ മനസ്സിൽ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. പ്രഭാവതി ചോദിക്കുകയാണ്, നീ ജോലിക്ക് പോകുന്നില്ലേ? അപ്പോൾ കാഞ്ചന പറയാണ്, പോകണം അമ്മേ. നീ പോയേ പറ്റുള്ളൂ. നീൻ്റെ ജോലി നല്ല സുഖമാണല്ലേ അമ്മേ, അങ്ങനെ അവൾ സൂഹിക്കണ്ട, ആ ജോലി എങ്ങനെയെങ്കിലും തെറിപ്പിക്കണം. അപ്പോൾ പ്രഭാവതി പറയാണ്, നീ പഴയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കേ. അപ്പോൾ കാഞ്ചന പറയാണ്, മീനുവിൻ്റെ സ്കൂളിലുള്ള പേര് നമുക്ക് കളയണം. അതിന് നമുക്ക് ചെയ്യാനൊരു കാര്യമുണ്ട്. എന്നും അവൾ വൈകി സ്കൂളിലെത്താൻ പാടുള്ളൂ. എച്ചം അവളെ ശാസിക്കണം. അർജുനല്ലേ അവളെ കൊണ്ടുവിടുന്നത്, അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അവൾ സ്കൂളിലെത്തുമെന്ന് പ്രഭാവതി പറയുന്നു. അപ്പോൾ കാഞ്ചന പറയാണ്, അമ്മ വിടരുത്, എന്നും രാവിലെ എന്തെങ്കിലും പണിയെടുക്ക്, അപ്പോൾ അവൾ വൈകിയല്ലേ എത്തുള്ളൂ. വീട്ടു ജോലി ചെയ്തിട്ട് മതി സ്കൂളിലെ ജോലി എന്ന് പറയേ. ഇത് കേട്ട് പ്രഭാവതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അത് നല്ല ഐഡിയ ആണല്ലോ എന്ന്. ഉടനെ തന്നെ മീനുവിനെ വിളിക്കുകയാണ്, മീനു ഇവിടെ വാ. ജോലിക്ക് പോകാൻ ഡ്രസ്സെല്ലാം മാറി ബാഗും എടുത്തിറങ്ങുന്ന മീനു അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, ഈ സമയം വരെ നീ എന്തെടുക്കായിരുന്നു? എന്ത് നീ വീട്ടു ജോലി ഒന്നും ചെയ്യാത്തത്? നിന്നെപ്പോലെ തന്നെ കാഞ്ചനക്കും ജോലിക്കൊക്കെ പോകണം. ഞാൻ ചെയ്യുന്നതാണോ നീ കരുതുന്നത്? വീട്ടു ജോലി ചെയ്ത് തീർത്തിട്ട് സ്കൂളിൽ പോയാൽ മതി. ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് മീനു പറയാണ്, അമ്മ ഇപ്പം തന്നെ ലേറ്റായി, എനിക്ക് സ്കൂളിൽ പോകണം, നീ പോയി പാത്രം കഴുകുക, ചെന്ന് തറ തുടയ്ക്കുക എന്നൊക്കെ പ്രഭാവതി പറയുന്നു. അപ്പോൾ മീനു പറയാണ്, ഇതൊക്കെ ഞാൻ രാവിലെ ചെയ്തതല്ലേ. അപ്പോൾ കാഞ്ചന പറയണം, അതിനുശേഷം ഇവിടെ ആരും ഭക്ഷണം കഴിച്ചില്ലേ, പോയി പാത്രം കഴുകടി, തറയൊക്കെ അവിടെ വൃത്തികേടായിട്ട് കിടക്കുക, പോയി എല്ലാം റെഡിയാക്കിയിട്ട് നീ സ്കൂളിൽ പോയാൽ മതി. ഇത് കേട്ട് വിഷമിച്ച് സങ്കടത്തോടെ നിൽക്കുകയാണ് മീനു.